ഹലോ നമസ്കാരം. നമ്മുടെ ഡേ ആൻഡ് ഡെയിലിയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ? ചെമ്മീനും മാങ്ങിയിട്ടിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് ഒരു അടിപൊളി കറി നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഞാൻ ആദ്യം അതിന്റെ സാധനങ്ങൾ എന്തൊക്കെ വേണ്ടത് ഞാൻ ആദ്യം കാണിച്ചു തരാം. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളി നമുക്ക് തേങ്ങയുടെ കൂടെ, തേങ്ങ നമ്മൾ വറുക്കണം എന്നല്ലോ പറഞ്ഞാൽ തേങ്ങയുടെ കൂടെ വറുത്തിട്ട് ഇടാനാണ്. അത് നമുക്കിന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നമ്മുടെ സവാള വെട്ടി വെച്ചതില്ലേ, അത് നമ്മളതിലേക്ക് ഇടുക. നമ്മളിത് നല്ലോണം വഴറ്റണം. അപ്പൊ നമ്മള് ഈ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതിലേക്ക് എന്താ ചെയ്യണ്ടേ? നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നമ്മൾ ഇതിലിട്ട് കൊടുക്കുക. നമ്മൾ നല്ലതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിത് ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു പരിവാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ഇല്ലേ, അത് നമ്മൾ ഇതിലിട്ട് കൊടുക്കുക. നമ്മളെന്താ വെച്ചാൽ ഇതൊന്ന് വഴണ്ടിട്ടേ നമ്മൾ താഴ്ന്ന തീ വെച്ച് ഒന്ന് അടച്ച് വെച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ലൊന്ന് വെന്ത് വന്നോളൂ. നമുക്കൊന്ന് അടച്ച് വെച്ചാളാ ഇനി മതി. നമുക്കൊന്ന് അടച്ച് വെച്ച് കഴിക്കാം. താത്തി വെച്ചിട്ട് അടച്ച് വെക്കണം കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. മിക്കവാറും ഇത് വന്നിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു പരിഭാവം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് 1 ടീസ്പൂൺ ഇതിലേക്ക് ഉപ്പ് വേണ്ടി വരും. നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ടിട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ പറ്റും. നമുക്കെന്താ നമ്മുടെ ചെമ്മീൻ ഒഴിക്കണം കേട്ടോ. നമ്മളതെല്ലാം ഒന്ന് ഇത് മിക്സ് ആയിക്കോട്ടെ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെച്ചാണ് വേവിക്കുക. അതൊരു വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലേ.
ഓൾമോസ്റ്റ് ഒരു ഗ്ലാസ്സിന് മുകളിൽ വെള്ളം വേണം കേട്ടോ, കാരണം നല്ല വേണ്ടേ. ഇത് മതി. എന്താന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ട് അതും കൂടി ഒഴിക്കില്ലേ, അപ്പം നമുക്ക് വെള്ളം ആയിക്കോളും. ഇത് ഇതിൽ കിടന്ന് വേവട്ടെ. അത് നമുക്കത് അടച്ചു വെച്ച് ചോദിച്ചാലോ? അടച്ചു വെക്കാം കേട്ടോ. എന്നാൽ അത് നമുക്ക് ഈ നേരം കൊണ്ടേ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എന്താ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിൽ നമ്മൾ 2 ചുമന്നുള്ളിയും 2 വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പെരിഞ്ചീരകം ഇടുന്നത് കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് നമ്മൾ ആ തേങ്ങയില്ലേ, തേങ്ങ അതിലിട്ടിട്ട് നമുക്ക് നല്ല വറുത്തെടുക്കണം. അയ്യോ, നമ്മൾ ഈ തേങ്ങ എന്താ വെച്ചാൽ നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു കളറിലായാൽ മതി കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് നമ്മളുടെ മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുക്കണം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി. എരിവ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കേട്ടോ. നമ്മളൊക്കെ 1 ടീസ്പൂൺ മതിയാണ്. നമ്മൾ നല്ല ഒന്നും കൂടി എന്നിട്ട് പച്ചമണം കൂടെ പോയി കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് മാതിരി അരച്ചെടുക്കാം. തേങ്ങ വറുത്തച്ച് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് നല്ല പേസ്റ്റ് മാതിരി അറിയണത്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു. അയവ നമ്മുടെ ഇതെല്ലാം നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ആ കഷ്ണം വെട്ടി മാങ്ങ ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വേവിക്കാം. നമുക്കെന്താ വെച്ചാൽ മാങ്ങ അധികം ഇങ്ങനെ വെന്തിട്ട് ഇങ്ങനെ ഇതാവാൻ പാടില്ല, നമുക്കിങ്ങനെ എടുത്ത് കടിക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ മാങ്ങ വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി എന്താ വെച്ചാൽ നല്ല പുളിയുള്ള മാങ്ങ വേണം. നമ്മൾ പുളിയുള്ള മാങ്ങ ഇടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റൊക്കെ വരുള്ളൂ. അപ്പോൾ നമ്മൾ മാങ്ങ നല്ല വെന്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് എന്താ ഇടണം, നമ്മൾ അരച്ച് വെച്ച തേങ്ങയില്ലേ, ആ തേങ്ങ കണ്ടോ, നമ്മൾ തേങ്ങ അരച്ച് വെച്ച് പേസ്റ്റ് മതിയാക്കിയിട്ടുണ്ട്. അതും കൂടി ഇതിലിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മളിത് തേങ്ങ വെച്ചു. നമുക്കേ ചിലർക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഗ്രേവിയും കൂടി വേണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒന്നും തിളച്ച് ഇതാവുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ വേണമെങ്കിൽ ഇപ്പം നോക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ്റെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതേമാതിരി ആ ചുമന്നുള്ളിയില്ലേ, അത് നമ്മൾ അരിഞ്ഞിട്ട് ഇതേമാതിരി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതും 2 കരിവേപ്പില ഇട്ടിട്ട് അതും കൂടെ തിരിക്കുക. എന്താ നല്ല ഇളക്കിയിട്ട് അപ്പോൾ നമ്മുടെ ചെമ്മീൻ മാങ്ങക്കറി റെഡി ആയിട്ടോ. നമുക്കിത് നല്ല അടിപൊളിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെമ്മീന് മാങ്ങയും തേങ്ങ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കിയാലോ? കഴിച്ചു നോക്കാം അല്ലേ? അത് നമ്മൾ 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയും നമ്മുടെ ചെമ്മീൻ കറി. നല്ല രസമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അധികം സാധനങ്ങളൊന്നുമില്ല, സിമ്പിളാണ് ഇതിന് ഉണ്ടാക്കാനും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം.
താങ്ക് യു.